ഹായ് ഫ്രണ്ട്സ്, ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മലാപ്പറമ്പ് മുതൽ വെങ്ങളം വരെയുള്ള പുതിയ മാറ്റങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. കഴിഞ്ഞ ആഴ്ച കാണിച്ച ഭാഗങ്ങളിലൊക്കെ ഈ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണുക, അതുപോലെ ലൈക്ക് നൽകുക, കമൻറ്റ് ചെയ്യുക. മലാപ്പറമ്പ് ഓവർപാസിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓവർപാസിൽ ഗർഡർ ലോഞ്ചിങ് മുഴുവനായും അവസാനിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ കാണിച്ചപ്പോൾ ഒരു സൈഡിലെ ഗർഡർ ലോഞ്ചിങ് മാത്രമായിരുന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ആഴ്ചയിലേക്ക് എത്തുമ്പോൾ രണ്ട് ഭാഗത്തെയും ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞതായി കാണാം. രണ്ട് സൈഡിലുമായി ആകെ 28 ഗർഡറുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഗർഡറുകൾ ലോഞ്ച് ചെയ്തതിന് ശേഷം ഇപ്പോൾ കോൺക്രീറ്റ് ചെയ്യുന്നതിന് മുന്നോടിയായുള്ള ഷീറ്റ് ഇട്ട് കമ്പി കെട്ടുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മാർച്ച് മാസം അവസാനത്തോടെ ഇതിൻ്റെ വർക്ക് മുഴുവനായും തീർത്ത് ഓവർപാസ് വയനാട് റോഡിന് വേണ്ടി തുറന്നു കൊടുക്കുമെന്നാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. നിലവിലെ സ്പീഡ് നോക്കിയാൽ അതിനു മുന്നേ തന്നെ ഓവർപാസിൻ്റേതായ വർക്ക് തീരാനാണ് സാധ്യത. ഓവർപാസിൻ്റെ താഴെയായി ദേശീയപാതയിൽ ഇനിയും മണ്ണൊക്കെ എടുത്ത് നീക്കാനുണ്ട്. ഈ കാണുന്ന നിലവിലെ വയനാട് ഭാഗത്ത് നിന്ന് ടൗണിലേക്ക് വരുന്ന വാഹനങ്ങൾ തിരിയുന്ന ഇവിടെയൊക്കെ മണ്ണെടുത്ത് നീക്കേണ്ടതുണ്ട്. ഓവർപാസിൻ്റെ വടക്കേ സൈഡിലൊക്കെ നല്ല രീതിയിൽ മണ്ണെടുത്ത് മാറ്റുന്നുണ്ട്. മലാപ്പറമ്പ് ഓവർപാസിൽ നിന്ന് വേങ്ങേരിയിലേക്ക് എത്തുമ്പോൾ കഴിഞ്ഞ ആഴ്ച കാണിച്ചതാണ് ഇവിടെ ബാക്കിയുള്ള ഭാഗത്ത് കോൺക്രീറ്റ് കഴിഞ്ഞത്. കോൺക്രീറ്റ് കുറച്ച് കാലം നനയ്ക്കണം, അതിനുശേഷം മാസ്റ്റിക് പാഡ് വിരിച്ച് ടാറിങ് ചെയ്യും. അവശേഷിക്കുന്ന സർവീസ് റോഡിൻ്റെ വർക്കും നടക്കുന്നുണ്ട്. ഇവിടെ കോൺക്രീറ്റ് വാൾ ഏകദേശം ഉയർത്തി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡിൽ 3 വരി റോഡിൻ്റെ വർക്കും ഇവിടെ ഇനി നടക്കാനുണ്ട്. മാളിക്കട അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് അടിപൊളി വേഗത്തിലാണ് നടന്നു വരുന്നത്. ഏകദേശം അണ്ടർപാസിൻ്റെ ഉയരത്തിലേക്ക് മണ്ണിട്ട് എത്തിയിട്ടുണ്ട്. അടുത്ത ആഴ്ച ഈ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ ഇവിടെ ഫുൾ മണ്ണിട്ട് സെറ്റായിട്ടുണ്ടാവും. മാളിക്കടവിൽ പുതിയ ഇരട്ട അണ്ടർപാസാണ്. അണ്ടർപാസിൻ്റെ കോൺക്രീറ്റ് ഒക്കെ നേരത്തെ കഴിഞ്ഞതാണ്, നമ്മൾ വീഡിയോകളിൽ കാണിച്ചിരുന്നത്. ഏകദേശം 85% വർക്കുകൾ കോഴിക്കോട് ബൈപ്പാസിൻ്റേതായി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്.
പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിൻ്റെ വടക്ക് ഭാഗത്തെ അപ്രോച്ച് റോഡിൻ്റെ വർക്ക് നടന്നു വരികയാണ്. പാലത്തിൻ്റെ മേലെ രണ്ടാമത്തെ സൈഡിലും മാസ്റ്റിക് പാഡ് വിരിക്കുന്ന വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ബൈപ്പാസിലെ ഫ്ലൈ ഓവറിൽ ടാറിംഗ് നടക്കാൻ അവശേഷിക്കുന്നത് പൂളാടിക്കുന്ന് ഫ്ലൈ ഓവറിലാണ്. കോരപ്പുഴ പാലത്തിൻ്റെ ഗർഡർ ലോഞ്ചിങ് വളരെ വേഗത്തിൽ തന്നെ നടന്നു വരുന്നുണ്ട്. ഇനി 15 ഗർഡറുകളാണ് അവശേഷിക്കുന്നത്. അൻപത്തഞ്ച് ഗർഡറുകൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും വലിയ പുഴപ്പാലമാണ് കോരപ്പുഴ. അറപ്പുഴയേക്കാൾ വലുതാണ്. അടുത്ത സൈഡിൽ വരുന്ന പാലത്തിൻ്റെ വർക്കും ഇവിടെ ഇപ്പോൾ നടക്കുന്ന കാഴ്ച കാണാനാവും. പുഴയിലടക്കം പൈലിംഗ് വർക്ക് നേരത്തെ തന്നെ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ പില്ലറുകളുടെ നിർമ്മാണത്തിനായി കമ്പി കെട്ടുന്ന വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വീഡിയോയുടെ അവസാന ഭാഗം വെങ്ങളം ഫ്ലൈ ഓവറിലേക്കാണ്. ഫ്ലൈ ഓവറിൻ്റെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ വീഡിയോ നേരത്തെ കാണിച്ചിരുന്നു. ഇപ്പോൾ ഇവിടെ വടക്ക് ഭാഗത്ത് അപ്രോച്ച് റോഡ് വർക്ക് വേഗത്തിൽ നടന്നു വരികയാണ്. ഈ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം കഴിയുന്നതോടെ വാഗാടിൻ്റെ റീച്ചും KMCയുടെ റീച്ചും കൂടിച്ചേരും. അപ്പുറം വാഗാടിൻ്റെ ഭാഗത്ത് നിന്നും വർക്കുകൾ ഇപ്പോൾ നല്ല രീതിയിൽ മുന്നേറുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. പുതിയ NH66 കാഴ്ചയുമായി വീണ്ടും വരാം.